ഓക്കെ ഗൈസ്, ഇന്നത്തെ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സ്റ്റിക്കർ വർക്കാണ് ഗൈസ്. വെയിലുണ്ട്, നല്ല വെയിലാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് സ്റ്റിക്കർ വർക്ക്. ഈ ക്വാർട്ടർ ഗ്ലാസ് വരുന്നതാണ്. ഇത് വളരെ സിമ്പിളാണ് ഗൈസ്, സിമ്പിളുമാണ്, ട്രിക്കുള്ള നാളെ വീഡിയോയാണ്. അതേപോലെ തന്നെ എന്താ പറയുക, ഇപ്പം കുറച്ച് കട്ട് ചെയ്യാൻ കുറച്ച് മെനക്കേടാണ് ഗൈസ്. കട്ട് ചെയ്യാൻ നല്ല പാടാണ്, പിന്നെ കുറച്ച് ക്ഷമ വേണം. അപ്പോൾ ഗൈസ്, ഇത് വീഡിയോ നിങ്ങളെല്ലാം കാണുക. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്റ്റിക്കർ വർക്കാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതുപോലെ നമ്മൾ ഓൾറെഡി ഈ സൈഡിൽ നമ്മൾ ലൈവിൽ കാണിച്ചതാണ്. അപ്പോൾ നമ്മളിനി മറ സൈഡ് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ ക്വാർട്ടർ ഗ്ലാസ്സിൽ നമ്മൾ അടിക്കാൻ പോകുന്ന ഒരു റൈറ്റിങ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മൾ ഫോണിൽ ജസ്റ്റ് ഇത് എടുക്കുക, ഫോൺ പെട്ടെന്ന് ഓഫായി പോവും. അപ്പോൾ ഗൈസ്, ഇതേപോലെ നമ്മൾ എടുത്തിട്ട് ഫോണിൻ്റെ ഫുൾ ബ്രൈറ്റ്നസ് ഓൺ ആക്കിയിടുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്റ്റിക്കറുണ്ട് ഇതുപോലെ. നമ്മൾ ഇരുട്ടുള്ള മുറി ആയിരിക്കണം ഗൈസ്. ഇരുട്ടുള്ള മുറി വന്നിട്ട് ഇത് ഓൺ ആക്കിയിട്ട് കാര്യമുള്ളൂ. എന്നിട്ട് നമ്മളിവിടെ നമുക്ക് ടേപ്പ് എന്നിട്ട് ഇതിനെ തൊട്ടിച്ച് കൊടുക്കണം. ഇതേപോലെ കറക്റ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ താഴെയുള്ളത് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക. ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ ഫുള്ള് വരച്ചെടുക്കണം. വരച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം ഗൈസ്. ഇപ്പോൾ നമ്മൾ ഫുള്ള് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് വരച്ചതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. കാണാൻ പറ്റിയിരിക്കും നിങ്ങൾക്ക്. നമ്മൾ ഇതിൽ നിന്ന് വീണ്ടും ഇളക്കിയെടുത്തിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ എവിടെ നിന്ന് എടുത്തോ അവിടെ തന്നെ നമ്മൾ ഒട്ടിച്ച് പോകണം ഇത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മളതേപോലെ ഒട്ടിച്ചെടുത്തിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് സംഭവം. ഇനിയാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. അപ്പം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് നോർമൽ നൈഫ് തന്നെയാണ്. നോർമൽ നൈഫ് എടുക്കുക, നല്ല മൂർച്ച വേണം ഇതിന്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുതിയ ഒടിച്ചെടുക്കണം. ഫ്രഷ് ആയിട്ടുള്ളത് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ എല്ലാം നമുക്കിത് കട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കാണിച്ചു തരാം, കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് സ്റ്റിക്കറുകളെല്ലാം നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം നമുക്ക് റിമൂവ് ചെയ്യണം. ജസ്റ്റ് ഇതേപോലെ ഉണ്ടോ പീൽ ഓഫ് ചെയ്യുകയെല്ലാം ചെറുതുണ്ടോ ഇങ്ങനെ ഇതിൻ്റെ കൂടിങ് വരും. അപ്പോൾ അതൊക്കെ നോക്കി നല്ലപോലെ പീൽ ഓഫ് ചെയ്തെല്ലാം കളയുക. ഇതൊക്കെ ഇതിൻ്റെ കൂടെ വരുന്നു. ഗൈസ്, ഇതേപോലെ ഫുള്ള്
റിമൂവ് ചെയ്ത് മാറ്റുക. എന്നിട്ട് വേണമെങ്കിൽ കുറച്ചൊക്കെ സീനായിട്ടിരിപ്പുണ്ട്, അതൊന്ന് റെഡി ആക്കട്ടെ ഗൈസ് നമ്മൾ ഫുൾ ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു മാസ്കിൻ ടേപ്പ് വേണം. ജസ്റ്റ് പശ കളയുന്നതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്യാണ്. എന്നിട്ട് ഇത് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഒട്ടിക്കണം. കറക്റ്റായിട്ട് ഇളകി വരണം, അതൊരു വിഷയം. ഗൈസ് നമ്മുടെ ഒരു എവിടെയോ മിസ്സായിട്ടുണ്ട്. ഇവിടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. നമുക്ക് ബാക്കി എന്തെങ്കിലും ഒട്ടിക്കാം. ഇത് പുത്തൻ ടേപ്പ് എടുത്താണ് ഗൈസ്, മറ്റേ ടേപ്പിൽ പിടിക്കുന്നില്ല. അപ്പോൾ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് ഇതിന് ഇളകി വരാൻ പാടായിരിക്കും, കാരണം പുത്തൻ ടേപ്പ് ആയതുകൊണ്ട് സംഭവം ഇതിനകത്ത് നല്ലപോലെ പിടിച്ചിരിക്കും. പറഞ്ഞില്ല, അതിന് മുന്നേ സംഭവം ഇതിനകത്തുനിന്ന് പിടിവിടാൻ ചാൻസ്. ഓക്കെ 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 ഗൈസ്, ഇതുവരെ ഓക്കെ. നമ്മുടെ ഡി എല്ലാം കൂടെ ഇളകി വരുന്നു. ഓക്കെ ഗൈസ്, ഫൈൻ, സെറ്റ്. ഗൈസ് നമ്മൾ സെപ്പറേറ്റ് ഒരു നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഗൈസ്, ഓൾ സെറ്റ്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് വെച്ചാൽ. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ഗൈസ് ഇതാണ് ഫൈനൽ ഔട്ട് എന്ന് പറയുന്നത്. കണ്ടോളൂ, നമ്മളിത് ബാക്കോട്ട് ഒട്ടിച്ചതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എ സിയുടെ സ്റ്റിക്കർ വരുന്നതാണ്. അത് ഞാൻ മറുസൈഡ് കാണിച്ചു. യെസ് ഉണ്ടോ, ഇവിടെ എ സിയുടെ സ്റ്റിക്കറിങ് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ കൊടുക്കരുന്നത്. അപ്പോൾ എല്ലാം ഒരുമാതിരി സ്റ്റിക്കർ നിറഞ്ഞ് നിൽക്കുന്ന തൊട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ ഇത് ജസ്റ്റ് ബാക്കോട്ട് ഇറക്കി കൊടുത്തത്. ഇനി ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യണ്ട. അതുപോലെ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏകദേശം എല്ലാ ഒരു ഭാഗത്തും ഒരു സ്റ്റിക്കറിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് കിട്ടും. അല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രമായിട്ട് സ്റ്റിക്കർ മാത്രം നിൽക്കുന്നില്ല, ബാക്കിലുണ്ട്. അതേപോലെ താഴെ വരുന്ന സ്റ്റിക്കർ അത് എഴുത്താണ്, സ്റ്റിക്കറിങ് അല്ല, നമ്മുടെ CD മാർക്ക് വെച്ച് എഴുതുന്ന പരിപാടിയാണ്. അതേപോലെ ഇവിടെ സ്റ്റിക്കറിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ.